ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ഇന്ന് വൈകിട്ട് 4 മണിവരെയാണ് കസ്റ്റഡി. കട്ടിളപ്പാളിയിലെ സ്വർണം കടത്തിയ കേസിൽ KS ബൈജുവിന്റെ ജാമ്യാപേക്ഷ തള്ളി. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് അരുൺരാജ് ചേരുന്നു. അരുൺരാജ്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, ശബരിമല സ്വർണ്ണക്കടത്ത് കേസിലാണ് 7ാം പ്രതിയായ മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിനെ വീണ്ടും പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. പുതിയ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് KS ബൈജുവിന്റെ മൊഴി എടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന് SIT കോടതിയിൽ വാദിക്കുകയായിരുന്നു. പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച കോടതി ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടുകയാണ്. ഇന്ന് 4 മണിവരെയാണ് SITയുടെ കസ്റ്റഡിയിൽ ഇപ്പോൾ KS ബൈജുവിനെ വിട്ടിരിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കടത്തിയ കേസിലാണ് KS ബൈജുവിനെ നിലവിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരുന്നത്. അതേസമയം കട്ടളപ്പാളിയിലെ സ്വർണം കടത്തിയ കേസിൽ KS ബൈജുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി വിശദമായ വാദം കേൾക്കാൻ അടുത്ത മാസം 3-ലേക്കും കേസ് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ഡിസംബർ 3-ന് തന്നെയാണ് ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവിന്റെ ജാമ്യാപേക്ഷയിലും കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന് അരുൺരാജ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.